ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ റിവിഷൻ സീരീസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ റീസണിങ്ങിൻ്റെ നിങ്ങൾ ഇന്ന് 25 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീസണിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, ഇത് അനലോഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെയിനായിട്ട് ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അനലോഗി, ക്ലാസിഫിക്കേഷൻ, ഐഡന്റിക്കൽ ഫിഗർ, ഗ്രൂപ്പിംഗ്, പിന്നെന്താ ആൽഫ ന്യൂമറിക്കൽ സീക്വൻസ്, പസിൽ, അതുപോലെ സീരീസിൽ നമ്പർ ഉണ്ടാവും, ആൽഫബറ്റിക് ഉണ്ടാവും, ഫിഗർ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തത് നമ്മൾ അനലോഗി പല ടൈപ്പുള്ള അനലോഗി ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി ആദ്യത്തെ ഒരു വേർഡ് അനലോഗിയാണ്. അപ്പോൾ ഇതിൽ ഹാൻഡ്, തമ്പ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പെന്നുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡ് ഏതാണെന്നാണ് നോക്കണ്ടേ. അതായത് നമ്മൾ ആദ്യത്തെ രണ്ട് റിലേഷൻ നോക്കും, അതുപോലുള്ള സെയിം റിലേഷൻ വരുന്ന സെക്കൻഡ് പെയറും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ഹാൻഡ്, തമ്പ്. ഓക്കെ, ഹാൻഡും തമ്പും. അപ്പോൾ ഈ ഹാൻഡിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് തമ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെൻ എന്നതിൻ്റെ ഒരു പാർട്ട് എന്തായിരിക്കും ഈ ഓപ്ഷനിൽ തന്നത്? ഫിംഗർ ആണോ? അല്ല. ഹോൾഡർ ആണോ? അല്ല. പേപ്പർ ആണോ? അല്ല. നിബ്. ഹാൻഡിൽ തമ്പ് എങ്ങനെയാണ്, അതുപോലെ പെന്നിൽ നിബ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നിബാണ്. ക്ലിയർ? സിമ്പിൾ ആണ് അനലോഗി. അടുത്തെന്താ? ഹാർട്ട് ഈസ് റിലേറ്റഡ് ടു കാർഡിയോളജി. ഇൻ സെയിം വേ കിഡ്നി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? കിഡ്നി അതായത് ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കാർഡിയോളജി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കിഡ്നി എന്താണെന്നാണ് ചോദിക്കുന്നത്. കിഡ്നിയുമായി റിലേറ്റ് ചെയ്യുന്നത്, അതായത് എന്താ? സ്റ്റഡി ഓഫ് ഹേർട്ട് എന്ന് പറയുന്നത് എന്താണ്? കാർഡിയോളജിയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് കിഡ്നി എന്താണ്? ഏതാണ്? നെഫ്രോളജിയാണ്. ഓക്കെ, സ്റ്റഡി ഓഫ് കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോളജി. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇതുപോലുള്ള നമ്മുടെ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലുള്ള ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം അടുത്തത്. അതായത് ഇവിടെ നോക്കിയേ, ഇത് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള അനലോഗിയാണ്. അപ്പം നമ്മൾ നോക്കിയേ, ആദ്യത്തെ YVQ അതുമായി റിലേറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് TQL. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ ഈ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ അറിയണം. അതുപോലെ ഇതിന്റെ റിവേഴ്സ് ഓർഡർ പറയണം. അതായത് എന്താ? എന്റെ നേരെ തിരിച്ചിട്ട് എന്താണ്? 26 കിട്ടും, ഇത് 25 കിട്ടും, ഇത് 24 കിട്ടും. ഓക്കെ, അങ്ങനെ റിവേഴ്സ് ഓർഡർ അറിയണം നമ്മൾ. അതുപോലെ എന്താ? പൊസിഷൻ വാല്യൂ അറിയണം. ഓക്കെ, എന്റെ 1 ആണ്, ബിന്റെ 2 ആണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ YVQ. അപ്പോൾ അതിന്റെ പൊസിഷൻ വാല്യൂ നമ്മൾ ഫസ്റ്റ് തന്നെ അറിഞ്ഞു വെക്കണം. YVQ. അപ്പോൾ അതിനു മുന്നേ ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട്, ചില വേർഡ്സ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ, അതായത് ചില ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ ഒക്കെ നമുക്ക് ഓർത്തിരിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ABCD എല്ലാവർക്കും അറിയാമല്ലോ, അതിന്റെ പൊസിഷൻ വാല്യൂ എപ്പോൾ ചോദിച്ചാലും അറിയാം. A1 ആണ്, B2 ആണ്, C3 ആണ്, D4 ആണ്, E5 ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇജോട്ടി എന്ന് പറയാം. ഇജോട്ടി അതായത് ഇ എന്ന് പറഞ്ഞാൽ 5, ഇത് 10, 15, 20, 25. ഇതാണ് ഇജോട്ടി. അപ്പോൾ O എന്ന് പറഞ്ഞാൽ 15 ആണ്, T എന്ന് പറഞ്ഞാൽ 20 ആണ്. T20 എന്ന് പറയില്ല നമ്മൾ, T20. അപ്പോൾ T എന്ന് പറഞ്ഞാൽ 20 ആണ്. ക്ലിയർ? O എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇജോട്ടി J എന്ന് പറഞ്ഞാൽ 10 ആണ്. ക്ലിയർ? അത് പഠിക്കുക. ABCD അത് 1 മുതൽ 4 വരെ അറിയാമല്ലോ, അത് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത് എഫിൻ്റെത്. അതായത് എഫിനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, എഫ്. അപ്പോൾ ഇതിനെ നേരെ ഞാൻ തിരിച്ചിട്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? തിരിച്ചിട്ടാൽ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഞാൻ ഈ സൈഡ് ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ എന്താ? എനിക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ എഫിൻ്റെ വാല്യൂ 6 ആണ്. ക്ലിയർ? അത് ഓക്കെയാണ്. ഇനി ജി നോക്കിയാൽ എനിക്ക് ജി ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെയല്ലേ ഞാൻ ജി എഴുതാം. അപ്പോൾ ഇങ്ങനെ ജി എഴുതുമ്പോൾ ഞാനിതാ ഇവിടെ ജി എഴുതുന്നതിൻ്റെ ജിൻ്റെ അടിയിൽ, അതായത് ജി ഇവിടെ കണ്ടോ, ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 7. അപ്പോൾ ജി എന്ന് പറയുന്നത് എന്താണ്? 7. ക്ലിയർ? ഇനി എന്താണ്? എച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എച്ചിൻ്റെ ഞാനിതാ ഇവിടെ
രണ്ട് പോർഷനും ഞാൻ കണക്ട് ചെയ്തു, ഇതും കണക്ട് ചെയ്തു, ഇതും കണക്ട് ചെയ്തു. അപ്പം എന്താ, എച്ച് എന്ന് പറയുന്നത് 8 കിട്ടി. ക്ലിയർ? ഇനിയോ ഐ, ഐ എന്ന് പറയുന്നത് എന്താ, ഐ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ ഐ എന്ന് പറയുന്നത് 9 കിട്ടി. ജെ നമ്മൾ പഠിച്ചു 10 ആണ്, ഒ 15 ആണ്, ടി 20, T20 20 ആണ്, വൈ എന്ന് പറയുന്നത് 25 ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി കെ ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി എന്താ, എം നമുക്ക് എങ്ങനെ എഴുതാം? എം ഇങ്ങനെ നമുക്ക് എഴുതാം. എം ഇങ്ങനെ എഴുതിയാൽ അതിനെ തിരിച്ചിട്ടാൽ 3 വായിക്കാമല്ലോ എനിക്ക്. എമ്മിനെ തിരിച്ചാൽ 3 വായിക്കാം. ഇവിടെ 13 ആണ്. എം എന്ന് പറയുന്നത് 3 പോലെ വായിക്കാം. അപ്പോൾ ഇവിടെ 13 കിട്ടി. ഇനി അതുപോലുള്ള ഒരു വാല്യൂ ആണ് ഡബ്ല്യു. ഡബ്ല്യുൻ്റെത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതും 3 പോലെയാണ്, പക്ഷേ എം കഴിഞ്ഞിട്ടല്ലേ ഡബ്ല്യു. അപ്പോൾ ഇത് 23 ആണ്. ക്ലിയർ? ഇതാ ഇവിടെ എം 13 ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത വാല്യൂ ഏതാണ്? പി. പി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഫിനെ തിരിച്ചിട്ടു. എഫിനെ തിരിച്ചിട്ട പോലെ തന്നെ നമുക്ക് ആ പിന്നെയും തിരിച്ചിടാം. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 16 കിട്ടും. എഫിനെ തിരിച്ചാൽ എഫ് എന്താ 6 ആണ് കിട്ടുക, പി തിരിച്ചാൽ നമുക്ക് 16 കിട്ടും. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? 23 ആണ്. അപ്പം അതിന് മുന്നേ ഉള്ളത് എം ആണ്, 13 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി വേറെ ഏതാ നമുക്ക് പറ്റുക? വേറെ നമുക്ക് എന്താ 6 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. അപ്പം ഇതിനെയും എനിക്കെന്താ 8 പോലെ ആക്കാമല്ലോ. അപ്പോൾ ഇത് 18 ആണ്. എച്ചും 6ഉം രണ്ടിനെയും എനിക്ക് 8 എന്ന് പറഞ്ഞ് എഴുതാം. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു, അപ്പോൾ 8 ആയി. ഇനി 6, അപ്പോൾ 6നെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു, അപ്പോഴും 8 ആയി. സോ ഇത് 18 ആണ്. ക്ലിയർ? ഇനി എന്താ, വി. വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇങ്ങനെ കാണിക്കില്ലേ, വി ഫോർ വിക്ടറി. സോ 2 വി. സോ 22 ആണ് വി കിട്ടുക. ക്ലിയർ? വി കിട്ടിയാൽ നമുക്ക് എന്താ, തൊട്ട് മുന്നത്തെ യു എന്ന് പറയുന്നത് 21 ആണ്. ക്ലിയർ? പിന്നെ എക്സ് വൈ സെഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സ് വൈ സെഡ്, എക്സ് എന്താണ്? എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് 24, വൈ 25 നമ്മൾ പഠിച്ചു. സെഡ് എന്ന് പറഞ്ഞാൽ 26. പിന്നെ നമ്മൾ എക്സിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നമ്മൾ 24 × 7 എന്ന് എഴുതില്ലേ? ഇവിടെ എന്താ 24 × 24x. ഓക്കെ, അങ്ങനെയും നമുക്ക് 24 എന്ന് പറയാം. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെന്താ, ടി എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇനി വേറെ എന്തെങ്കിലും, അപ്പോൾ ഈ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പറയാം, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ചാൽ, ഇത് സിമ്പിളായി നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് സിമ്പിളായി ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നോക്കിയേ, വൈ വി ക്യൂ എന്ന് പറയുന്നത് ടി ക്യൂ എല്ലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ നമുക്കറിയാം എന്താണ് വൈ എന്ന് പറയുന്നത്. ഇജോട്ടിയിലെ വൈ ഇല്ലേ, അതായത് വൈ എന്ന് പറയുന്നത് ഇജോട്ടിയിലെ വൈ ആണ്. വൈ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ വൈൻ്റെ വാല്യൂ 25 കിട്ടി. പിന്നെ അപ്പോൾ നമുക്ക് ടി നോക്കാമല്ലോ. വൈ 25 ആണ്. അപ്പോൾ ഇതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. ടി എന്ന് പറഞ്ഞാൽ എന്താ? T20. അപ്പോൾ ടി എന്ന് പറയുന്നത് 20 ആണ്, വൈ എന്ന് പറയുന്നത് 25 ആണ്. സോ ഇപ്പൊ നമുക്ക് എന്താ, ഇത് തമ്മിലൊരു 5ന്റെ ഡിഫറൻസ് ഉണ്ട്. വൈ എന്ന് -5 ചെയ്താൽ ടി കിട്ടും. അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് വി ആണ്. വി ഫോർ വിക്ടറി. അപ്പോൾ 22. ഓക്കെ, ഇവിടെ എന്താ, ക്യൂ ആണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ ക്യൂ നമുക്ക് ജി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നേരത്തെ പറഞ്ഞു 7 ആണെന്ന് എഴുതാം. സോ ഇവിടെ ക്യൂവും വേണമെങ്കിൽ നമുക്ക് ഇതൊരു 7 ആക്കാം. ഇവിടെ ഒരു 7 ആയില്ലേ? സോ ഇത് 17 ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എച്ചും പിന്നെ ഏതാ 6മായി റിലേറ്റഡ് ഉണ്ട്. എന്താ 8. ഡബ്ല്യു എം അത് 3ന്റെ റിലേഷനാണ്. പിന്നെ ഏതാ നമ്മൾ പഠിച്ചേ? എഫും പിയും. ക്ലിയർ? ഇതെന്താണ്? 6 ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഏതാ പഠിച്ചേ? അപ്പം ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. സോ വിയും 22. ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 7 ആക്കാം. സോ ഇത് 17 ആണ്. സോ ഇവിടെ -5ന്റെ ഡിഫറൻസ് ഇവിടെയും വരുന്നുണ്ട്. അടുത്തത് ക്യൂ എൽ. ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. എൽ എന്ന് പറയുന്നത് എത്രയാണ്? എൽ എന്ന് പറയുന്നത് സാധാരണ എല്ല് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവനൊരു എല്ല് കൂടുതലാണ്. അപ്പോൾ ഇവിടെ 22 എന്ന് എഴുതാം.
ഞാൻ വെറുതെ പറഞ്ഞാണ്, പറ്റുന്നില്ലെങ്കിൽ ആ കോഡ് വിട്ടേക്കാം. എല്ലോ സാധാരണ 1 1 2 എല്ലല്ലേ ഇത്, എല്ല് കൂടുതലാകുമ്പോൾ 2 വന്നു, 1 കൂടുതലാകുമ്പോൾ എന്താ ഇത് ഈ 1ന്റെ കൂടെ 1 കൂട്ടിയിട്ട് 2 വന്നു. ഓക്കെ, ആ കോഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ട് കളയാം. സോ എല്ലിന്റെ വാല്യൂ എന്താണ്? 12 ആണ്. ഇവിടെ എന്ത് കിട്ടി? ഇവിടെയും -5 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റിലേഷൻ കിട്ടി. എന്താ? -5ന്റെ റിലേഷൻ കിട്ടി. ഇനി സെക്കൻഡ് നോക്കിയേ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. സോ 23 ആണ് ഡബ്ല്യു. അപ്പോൾ ആറിന്റെ വാല്യൂ എന്താ? 6 എന്ന് പറഞ്ഞാൽ 8 പോലെയല്ലേ? സോ ഇവിടെ എന്താ? 18 ആണ് വരിക. ക്ലിയർ? 6 എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ 23 നിന്ന് 18ലേക്ക് എത്രയാണ്? 5ന്റെ ഡിഫറൻസ് വന്നു. അവിടെ 5ന്റെ ഡിഫറൻസ് വന്നു ഫസ്റ്റത്തെ. പിന്നെ കെ എഫ്, കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ? കെന്റെ വാല്യൂ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ 11. കെ 11 ആണ്. സോ എഫ് എന്ന് പറഞ്ഞാൽ 6. സോ ഇവിടെയും -5ന്റെ ഡിഫറൻസ് വന്നു. ഇനി ജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 7 ആണ്. ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അവിടെയും -5ന്റെ ഡിഫറൻസ് വന്നു. അപ്പോൾ ഇതെന്താ? ഇത് മീൻ ചെയ്യുന്നത് എന്താ? -5 ആദ്യത്തെ ലെറ്ററും എന്താ രണ്ടാമത്തെ ടേമിന്റെ ആദ്യത്തെ ലെറ്ററും തമ്മിൽ -5ന്റെ ഡിഫറൻസ് ഉണ്ട്. സോ അതുപോലുള്ള പേരാണ് നമ്മൾ ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ അതുപോലുള്ള പേര് നമ്മൾ ഇവിടുന്ന് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഏതാ? ഫസ്റ്റത്തെ പേര് നോക്കാം. എസിന്റെ വാല്യൂ എന്താണ്? എസ് എന്ന് പറയുന്നത് എന്താണ്? 19 ആണ്. ക്ലിയർ? 19 ആണ് എസ്. സോ ഇത് 19 ആണ്. എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എം എന്ന് പറഞ്ഞാൽ 13 ആണ്. സോ എൻ 14. അപ്പോൾ എന്താ? ഇവിടെ -5ന്റെ ഡിഫറൻസ് വന്നു. അത് ഓക്കെ ആണ്. അപ്പോൾ ഫസ്റ്റത്തത് ഓക്കെ ആണ്. ഇനി അടുത്തോ ഐയും ഡിയും. ഐ എന്ന് പറഞ്ഞാൽ 9, ഡി എന്ന് പറഞ്ഞാൽ ഡി എത്രയാണ്? 4. ക്ലിയർ? അപ്പോൾ ഇവിടെയും -5 ഡിഫറൻസ് വന്നു. രണ്ടാമത്തെ സെയിം ആണ്. ഇനി വൈയും ടിയും. വൈ ഇജോ ടി. അപ്പോൾ വൈ എന്താ? 25. ഇത് ടി എന്ന് പറഞ്ഞാൽ 20. സോ മൂന്നാമത്തെയും ഓക്കെ ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ആൻസർ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി കൂടുതൽ ഓപ്ഷൻ നോക്കണോ? വേണ്ട. കാരണം ഈ രണ്ട് ടേമിൻ്റെയും റിലേഷൻ നമ്മൾ നോക്കി -5 കിട്ടി. അപ്പോൾ ഫസ്റ്റത്തെ ടേമിൻ്റെയും നോക്കുമ്പോൾ -5 കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇനി അവിടെ നമ്മൾ പോയിട്ട് എന്താ? നമ്മൾ ആദ്യം ABCD എഴുതുന്നു, പിന്നെ അതിൻ്റെ നമ്പേഴ്സ് എഴുതുന്നു, റിവേഴ്സ് ഓർഡർ എഴുതുന്നു. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വരും. അതുപോലെ നമ്മൾ ആ എഴുതിയത് നോക്കിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈം വരും. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, കൺഫ്യൂഷൻ വന്നാൽ നോക്കാൻ. പക്ഷെ എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, ഇതും സെയിം ആണ്. ഫസ്റ്റ് എന്താ? പി എന്ന് പറയുന്നത് അതായത് POT ആണ്. അടുത്തെന്താ? UPQ ആണ്. സോ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ വാല്യൂ തന്നെ ആദ്യം തന്നെ കൊടുത്തു നോക്കാം. അതായത് പി എന്ന് പറഞ്ഞാൽ 6 വരും. സോ എഫ് ആണ് 6, പി എന്ന് പറഞ്ഞാൽ 16. സോ 16. ഒ എന്ന് പറഞ്ഞാൽ 15, ടി 20, യു വി എന്ന് പറഞ്ഞാൽ 22, യു എന്ന് പറഞ്ഞാൽ 21, പി എന്ന് പറഞ്ഞാൽ 16, ക്യു നമുക്ക് അവിടെ ഒരു അടിയിൽ 7 വരും. സോ 17. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കാം. ഇവിടെ റിലേഷൻ നോക്കിയാൽ ഇതും തമ്മിൽ എത്രയാ? 5. ഇതും തമ്മിൽ എത്രയാ? 1. ഇതും തമ്മിൽ 3. വലിയ ബന്ധമൊന്നും കാണാൻ പറ്റുന്നില്ല. സോ നമുക്ക് നോക്കിയാൽ അടുത്ത് നോക്കാം. നമുക്ക് അടുത്ത ലെറ്ററും കൂടെ എഴുതി നോക്കാം. അടുത്ത ലെറ്ററും കൂടെ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് അടുത്ത എന്താ? EST. അതുപോലെ തന്നെ എന്താ? UTF. സോ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എന്ത് കിട്ടും? ഇ എന്ന് പറഞ്ഞാൽ ഇജോട്ടി, ഇ എന്ന് പറഞ്ഞാൽ 5, എസ് എന്ന് പറഞ്ഞാൽ 19, എസ് 19 ആണ്. അത് പഠിച്ചു വെക്കാം. പിന്നെ T20. ക്ലിയർ? ഇനിയോ യു 21, T20, F 6. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ 16 വന്നു, അപ്പോൾ ഇവിടെ 17 വന്നു. അപ്പോൾ ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട്. പിന്നെ നോക്കി ഇവിടെ 20 വന്നു, ഇവിടെ 21 വന്നു. അപ്പോൾ എന്താ? ഇവിടെയും റിലേഷൻ ഉണ്ട്. എന്താണ്? +1 ആണ് ഇവിടെ വരുന്നത്. +1. ക്ലിയർ? ഇവിടെ 15 വന്നു, 16 വന്നു, +1. സോ സെയിം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. 15 നിന്ന് 6ലേക്ക് വന്നു, +1. സോ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വന്നു 1, +1, ഇവിടെയും +1. സോ എന്താ? നമ്മൾ ക്രോസ് ആയിട്ട് പൊസിഷനെ തിരിച്ചെഴുതിയിട്ട്, അതായത് ഇവിടെ ഫസ്റ്റ് വന്നു, ഇവിടെ ലാസ്റ്റ് വന്നു, അങ്ങനെ വരുമ്പോൾ 1ന്റെ ഡിഫറൻസ് വരണം. 1 ആഡ് ചെയ്യണം.
അപ്പോൾ അങ്ങനെ വരുന്ന പേരാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. CAT. സെക്കൻഡ് എന്താ? UBD. ഇങ്ങനെ നിങ്ങൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര എഴുതുന്നത്. അപ്പോൾ ഇത്രയും ടൈം എടുക്കുന്നത്. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇതിൻ്റെ മേലെ തന്നെ നമ്പർ എഴുതാം. ഇപ്പോൾ C എന്ന് പറഞ്ഞാൽ 3 എന്ന് എഴുതാം, A 1 എന്ന് എഴുതാം, T 20 എന്ന് എഴുതാം, അങ്ങനെ എഴുതാം. സോ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഇത്രയും ലെങ്ത് ആയി പോകുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ സിമ്പിളാണ്. സോ C എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. A 1 ആണ്, T 20, U 21, B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത്, D എന്ന് പറഞ്ഞാൽ നാലാമത്തത്. സോ എന്താ? ഇവിടുന്ന് ഇവിടത്തേക്ക് ഒന്നുകൂടി, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒന്നുകൂടി, 1ഉം 2ആയി. സോ ഫസ്റ്റത്തത് ഓക്കെ ആണ്. ഫസ്റ്റ് ഓക്കെ ആണല്ലോ. ഫസ്റ്റത്തെ ഓക്കെ ആകുമ്പോൾ നമുക്ക് എന്താ? ഫസ്റ്റത്തെ തന്നെയാണ് ആൻസർ. ക്ലിയർ? കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് സാധാരണ എല്ലാ എക്സാമിനും സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് തരാറ്. അതായത് കണ്ടീഷൻ നമുക്കൊരു നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ സാധാരണ എല്ലാ എക്സാമിനും സെയിം ആണ് തരാറ്. അതായത് എന്താ? ഇവിടെ ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓൺ ദ ഓൾ നമ്പർ. അതായത് ഇവിടെ 13 എന്ന് തന്നാൽ ആ നമ്പർ വെച്ചിട്ട് തന്നെ ചെയ്യണം. അല്ലാണ്ട് ഇതിനെന്താ 13നെ 1, 3 അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 13 എന്ന് തന്നാൽ അതേ നമ്പർ വെച്ച് 13 വെച്ച് തന്നെയുള്ള ഓപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ നോട്ട് തരുന്നത്. അപ്പോൾ സാധാരണ എല്ലാ എക്സാമിനും സെയിം നോട്ടാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക, അല്ലാണ്ട് കൂടുതൽ ഇത് വായിച്ചു നോക്കണ്ട. ക്ലിയർ? നമുക്ക് തന്ന, അതായത് ഓൾറെഡി എല്ലാ എക്സാമിനും സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഇപ്പം മനസ്സിലാക്കി നോക്കുക, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നിങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി അറിയുന്ന കണ്ടീഷൻ തന്നെ അല്ലേ ഇത്, ഇനി കണ്ടീഷനിൽ മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിട്ടില്ല എന്താ? ഈ 2 നമ്പേഴ്സ്, അതായത് എന്താ? ആദ്യത്തെ ഒരു പേർ എത്ര 3 നമ്പേഴ്സ് ഉണ്ട്, രണ്ടാമത്തെ ഒരു 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ആദ്യം തന്നിട്ടില്ല നമുക്ക് 1, 6, 4 ഈ 3 നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു 2 നമ്പർ തമ്മിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമ്പർ കിട്ടുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റത്തെ നമ്പർ 164, രണ്ടാമത്തെ 3, 15, 9. അപ്പോൾ ആദ്യം നമ്മൾ ഇത് തമ്മിൽ കൂട്ടി നോക്കാം. ചെറിയ 2 നമ്പർ കൂട്ടി നോക്കുമ്പോൾ വലുത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ സിമ്പിളായി ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ്? 1ഉം 4, അപ്പോൾ 1 + 4 + 1. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ 3ഉം 12 + 1 ചെയ്താൽ 13 കിട്ടും. അപ്പോൾ ഇവിടെ 12 + 3 ആണ് ചെയ്യേണ്ടത്. സോ എന്താ? നമ്മൾ ഇപ്പോൾ ചെയ്ത റിലേഷൻ ഓക്കെ അല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും നമുക്ക് റിലേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ കുറച്ച് ടഫാണ്, കാരണം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ലാസ്റ്റത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. സോ വേറെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഈ 4ന്റെ കൂടെ 2 ആഡ് ചെയ്താലാണ് നമുക്ക് മിഡിൽ ടേം കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേമിനെ × 2 ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് ടേം എടുക്കാം +4. അപ്പോൾ 6 കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയാൽ 9ന്റെ കൂടെ 6 കൂട്ടിയാലാണ് 16 കിട്ടുക. സോ എന്താ? ഫസ്റ്റ് ടേം 3 ആണ്, അതിൻ്റെ × 2 പ്ലസ് ലാസ്റ്റ് ടേം. സോ എന്ത് കിട്ടും? 3 × 2 6, 6 + 9 15. സോ മിഡിൽ ടേം കിട്ടിയില്ലേ? മിഡിൽ ടേം കിട്ടി. ഇത് ഫസ്റ്റ് ടേം ആണ്, ലാസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം × 2 പ്ലസ് ലാസ്റ്റ് ടേം = മിഡിൽ ടേം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്താ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതിലുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇതിൽ ഏതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക? നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്തിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ എ എന്താ? ഫസ്റ്റ് ടേം 10 ആണ്. 10 × 2 20, 20 പ്ലസ് ലാസ്റ്റ് ടേം 11. സോ എന്താ? എന്ത് കിട്ടും? 31 ആണ് കിട്ടുക. ഫസ്റ്റത്തത് തെറ്റ്. രണ്ടാമത്തെ ബി 3 × ഫസ്റ്റ് ടേം × 2 6, 6 + 8. സോ എന്ത് കിട്ടും? 14 കിട്ടുക. തെറ്റാണ്, 18 ആണ് വേണ്ടത്. സി എന്താ? 18 + 7 എന്ത് കിട്ടും? 25 കിട്ടും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തതും സെയിം ആണ്. അപ്പോൾ ഇവിടെയും സെയിം കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നമ്മൾ സമയം കളയരുത്. ഇവിടെ നോക്കിയേ, എന്താ? 13 എന്ന് പറഞ്ഞു. സോ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല. 13നെ 13 ആയിട്ട് തന്നെ എടുക്കാം. സോ
ഇവിടെ പറയുന്നത് നോക്കിയാൽ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം നോക്കട്ടെ, ചെറിയ 2 നമ്പർ എടുക്കുക. ആ നമ്പർ കൊണ്ട് ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ, പ്ലസ് ചെയ്താൽ, മൈനസ് ചെയ്താൽ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് ആ വലിയ നമ്പർ കിട്ടുന്നുണ്ടോ? ചെറിയ 2 നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് വലിയ നമ്പർ കിട്ടില്ല, അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെറിയ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ നമ്പർ കിട്ടുന്നുണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ആദ്യം നമ്മൾ 17 × 7 ചെയ്താൽ എന്തായാലും നമുക്ക് ഇത്രയും വലിയ വാല്യൂ കിട്ടില്ല. സോ നമുക്ക് ഈ 17 × 7 ചെയ്താൽ നമുക്ക് ഇത്രയും വലിയ വാല്യൂ കിട്ടുമോ? ഇല്ല. അതായത് 170 ആണ് 17 × 10. 17 × 10 എത്രയാ? 7 ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടില്ല. സോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 17 × എത്ര ചെയ്താൽ 238 കിട്ടുമെന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. 17 × 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 170 കിട്ടും. പിന്നെ 238 ആണ് കിട്ടേണ്ടത്. സോ 238 കിട്ടാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ എത്ര കൂട്ടണം? ഇതിൻ്റെ കൂടെ ഒരു 68 കൂടെ കൂട്ടണം. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 68 കൂട്ടണം. അപ്പോൾ 68 കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 17ൻ്റെ കൂടെ ഒരു 10 പോരാ, പിന്നെ ഒരു 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് 7 × 4 ആണ് 28. സോ നമുക്ക് ഏതാണ്ട് ഒരു 14 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ എടുത്ത് നോക്കിയാൽ 23ൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 414 കിട്ടുമെന്ന് നോക്കാം. സോ 23ൻ്റെ കൂടെ നമ്മൾ 10 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 230 ആണെന്ന് കിട്ടും. പക്ഷെ നമുക്ക് എന്താ കിട്ടണം? 414 കിട്ടണം. സോ 414 കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം? 70, 114, 184 കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം. ക്ലിയർ? ഇപ്പം ഇവിടെ 4 ആണ് കിട്ടേണ്ടത്. സോ നമുക്ക് എന്താ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 × 3 24. സോ നമുക്ക് ഏതാണ്ടൊരു 18 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേതിനെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ വാല്യൂ കിട്ടും. രണ്ടാമത്തേതിനെ നമ്മൾ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വാല്യൂ കിട്ടും. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ 17 × സെക്കൻഡ് ലാസ്റ്റ് ടേമിൻ്റെ 7 × 2 ചെയ്താൽ നമുക്കിത് 14 കിട്ടില്ലേ? അതല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്? അതെ. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ 23 × 9 × 2 ചെയ്താൽ ഇത് നമുക്ക് 18 കിട്ടില്ലേ? അതല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്? ചെയ്താൽ നമുക്ക് ഓപ്പറേഷൻ കിട്ടും. അതായത് ഫസ്റ്റ് ടേം ഇൻറ്റു ലാസ്റ്റ് ടേം ഇൻറ്റു 2. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഏത് വാല്യൂ ആണ് വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാല്യൂ ചെക്ക് ചെയ്താൽ ഫസ്റ്റ് വാല്യൂ എന്താ? 27. 27 × 5 × 2 10. സോ 270. ഫസ്റ്റ് തന്നെ കിട്ടില്ല നമുക്ക്? 270 ഫസ്റ്റ് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിലൊക്കെ ഓപ്ഷൻ എ തന്നെയാണ് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഓപ്ഷൻ എ തന്നെ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോക്കിയേ. അപ്പോൾ ഇവിടെ 3 പേർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാം. ആദ്യം 27 പിന്നെ 140. 27 140. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെ ഫൈൻഡ് ചെയ്യാം നമുക്ക്? 27 × 10 ചെയ്താൽ 270 കിട്ടും. സോ എന്താ? 27 × 5 ചെയ്താലോ 135 ആണ് കേട്ടോ. സോ നമുക്കറിയില്ല അതാണോ എന്ന്. അപ്പോൾ 22 അടുത്ത് നോക്കാം. 22ഉം 115ഉം 22 115. 22 × 5 ചെയ്താൽ എത്ര കിട്ടും? 22 × 5 210 ആണ്. 210 ആണ്. അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് നമുക്ക് എത്തുന്നുണ്ട്. ഇവിടെ 135 കിട്ടി, 210 കിട്ടി. അതായത് ഒരു നമ്പർ ചെറുതാണ്. ഒരു നമ്പർ ചെറുതാണ്, മറ്റൊരു നമ്പർ വലിയൊരു നമ്പറാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ വലിയ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 27നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 135, 140ൻ്റെ അടുത്തെത്തി. 22നെ 5 കൊണ്ട് ചെയ്താൽ നമുക്ക് 115 കിട്ടി. അപ്പോൾ 120ൻ്റെ അടുത്തെത്തി. ഓക്കെ, അതായത് ഇവിടെ 110 കിട്ടുക, 110 കിട്ടി. അപ്പോൾ 120ൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഒരു 5 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ? കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് മൂന്നാമത്തെ ടേം നോക്കാം. 32 എൻ്റെ പേർ ഏതാണ് കിട്ടുന്നതെന്ന് നോക്കാം. 32 × 5
പ്ലസ് 5. 32 ഇൻറ്റു 5 എത്രയാണ്? ഒരു നമ്പറിനെ ഇൻറ്റു 5 ചെയ്യാൻ നമ്മൾ അതിനെ പകുതി, അതായത് ഇത് 32ൻ്റെ പകുതി കാണാം. പകുതി കണ്ടിട്ട് ഒരു 0 ഇട്ട് കൊടുക്കാം. സോ 32ൻ്റെ പകുതി എന്ന് പറയുന്നത് 16 ആണ്. ഒരു 0 ഇട്ട് കൊടുക്കും. 160 പ്ലസ് 5. സോ 165 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ഇവിടെ 3 നമ്പർ ഉണ്ട്. അതായത് ദ നമ്പേഴ്സ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഈക്വൽ ഈസ് കാൽക്കുലേറ്റഡ് ബൈ പെർഫോമിങ് സെർട്ടൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓൺ ദ 3 നമ്പേഴ്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അതായത് ഇതെന്ന് പറയുന്നത് ഈ 3 നമ്പേഴ്സിൻ്റെ ഏതോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് 21 ഇൻറ്റു 10 ചെയ്താൽ 210 കിട്ടും. 210 കിട്ടും. സോ അത് നമ്മൾ 210 നിന്ന് 40 മൈനസ് ചെയ്താലോ 170 കിട്ടും. ക്ലിയർ? 170 കിട്ടും. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 170 കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത്, അപ്പോൾ ഏതാണ്ട് ഈ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ 2 ടേം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 21 ഇൻറ്റു 9 അപ്പോൾ എത്ര കിട്ടും? 189 കിട്ടും അല്ലേ? 189 കിട്ടും. അപ്പോൾ ഇതിന്ന് നമ്മൾ 40 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 149 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത കണ്ടീഷനും ഓക്കെ ആണെന്നുണ്ടോ എന്ന് നോക്കാം. അതായത് അടുത്ത ടേമിലും ഈ സെയിം ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ ചെറിയ വാല്യൂ ഏതാ? 18 ഇൻറ്റു 7 ചെയ്യുക. 18 ഇൻറ്റു 7 ചെയ്യുമ്പോൾ 621 126 കിട്ടും. മൈനസ് എത്രയാണ്? 25 ചെയ്യുക. എന്ത് കിട്ടും? 101 കിട്ടും. കറക്റ്റാണ്. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് 15 ഇൻറ്റു 11. സോ എന്ത് കിട്ടും? 15 ഇൻറ്റു 11 5 6 1. ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പർ എഴുതുക. 5നെ എഴുതുക. പിന്നെ ഇത് നമ്മൾ ആഡ് ചെയ്യുക. സോ ആദ്യം 5 എഴുതുക, 2 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. പിന്നെ ലാസ്റ്റത്തെ എഴുതുക 165 കിട്ടി. മൈനസ് 30. സോ എന്താ? 135. ഓപ്ഷൻ ഉണ്ടോ? 135 എവിടെയാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ആൻസർ ഫിഗർ ദാറ്റ് കംസ് ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പ്ലേസിൽ വരുന്ന ഫിഗർ ഏതാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 2 റിലേഷൻ നോക്കുക. എങ്ങനെയാണ്? ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ ലാസ്റ്റ് ഉള്ളത് സർക്കിൾ എന്ന് പറയുന്നത് ഇവിടെ ആദ്യം വന്നു. സർക്കിൾ ലാസ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് വന്നു. പിന്നെ അതിൻ്റെ അകത്ത് എന്താണ്? അതിൻ്റെ അകത്ത് ഇവിടെയുള്ള സാധനം സ്ക്വയർ. സോ സ്ക്വയർ വന്നു. അടുത്ത എന്താണ്? അടുത്ത മൂന്നാമതുള്ളത്. സോ ട്രയാങ്കിൾ ഇതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. സോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ എങ്ങനെ വരാം? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. സോ ആദ്യം നമുക്ക് സ്ക്വയർ വരാം ഫസ്റ്റ്. പിന്നെന്താ? സർക്കിൾ വരാം സെക്കൻഡ്. പിന്നെന്താ? ട്രയാങ്കിൾ വരാം തേർഡ്. സോ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റായി വരുന്നത്. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇവിടെ ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഓഡ് വൺ ഏതാണെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എന്താ? നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അതായത് എന്താ? ഓരോന്നിനും നമ്പർ കൊടുക്കാം. എന്താണ്? ജി എന്ന് പറയുന്നത് എന്താണ്? 7. അടുത്ത എന്താണ്? ഇ എന്ന് പറയുന്നത് എത്രയാണ്? ഈ 5. എം എന്ന് പറഞ്ഞാൽ 3 13. സോ ഇവിടെ എന്താ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? ഇവിടെ -2. ഇവിടെ എന്താ? ഇവിടെ +8 അല്ലേ? -2 +8 ആണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ്. ഇജോട്ടി ജെ 10. എച്ച് എന്ന് പറഞ്ഞാൽ 8 പോലെ എഴുതാം 8. സോ ഇവിടെ -2 കിട്ടി. പിന്നെന്താ? ക്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 7 17. സോ ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 9 ആണ് വരിക. സോ എന്താ? അടുത്ത നോക്കാം. കെ എന്ന് പറഞ്ഞാൽ 11. സോ കെ നമുക്ക് ഇങ്ങനെ എഴുതാം. പക്ഷെ അങ്ങനെ എഴുതുന്നതിന് വരെ ഞാൻ ഇങ്ങനെ എഴുതി 11. ക്ലിയർ? അപ്പൊ കെ എന്ന് പറയുന്നത് 11 ആണ്. അടുത്ത എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9. സോ ഇവിടെ എന്താ? -2 വന്നു. അടുത്തയോ? അടുത്ത ക്യൂ 17. 8 ആണ് വരിക. സോ എന്താ? നമുക്കറിയാം ഇതായിരിക്കും തെറ്റ്. ഈ ഓപ്ഷൻ ആയിരിക്കും തെറ്റ്. വേണമെങ്കിൽ നമുക്ക് വൈൻ്റെ ഓപ്ഷനും കൂടെ നോക്കാം. വൈ എന്ന് പറയുന്നത് 25 ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്.
ഇ എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ -2, ഇവിടെ +8. +8 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 24, 25, 26, 1, 2, 3, 4, 5. അപ്പോൾ എന്താ? +8. അപ്പോൾ എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഏതാണെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിൾ ആണ്. ഇവിടുന്ന് എങ്ങനെ നമുക്ക് ഓഡ് വൺ ഫൈൻഡ് ചെയ്യാം? അതായത് ഇവിടെ നോക്കിയാൽ ഇതാ ഇത് ആദ്യത്തെ 2 ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇനി ടി ആണെങ്കിലും 2 ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്തു. വി ആണെങ്കിലും 2 എണ്ണം. പക്ഷെ ഇവിടെ മാത്രം എന്താ 3 ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1, 2, 3, 4 ലൈൻ യൂസ് ചെയ്തു. സോ എന്താ? ഓപ്ഷൻ ഏതാ? ഡി ആണ് കറക്റ്റ്. കൂട്ടത്തിൽ പെടാത്തതാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് എന്താ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത്, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് അതായത് ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് നോക്കാം. അതായത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 22നെ ഏത് ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് 133 കിട്ടും 22നെ. 22നെ നമ്മൾ എങ്ങനെ ചെയ്യാം? 22 × 10. 22 × 10 ചെയ്താൽ 220 കിട്ടും. 22 × 5 ചെയ്താൽ 110 കിട്ടും. 6 ചെയ്താലോ? 6 ചെയ്താൽ 132 കിട്ടും. 6 ചെയ്താൽ 132 കിട്ടും. സോ 6ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. 132 + 1 133 അങ്ങനെ കിട്ടി. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. 14 × 5 ചെയ്താൽ 70 കിട്ടും. അപ്പോൾ 14 × 6 തന്നെ ചെയ്ത് നോക്കാം. 6 14 × 6 എത്രയാ? 84 കിട്ടില്ലേ? +1 85. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അതായത് സെയിം ഓപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി മൂന്നാമത്തെ നോക്കാം. 16 × 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 16 × 6 60ഉം 36ഉം 96 കിട്ടും. 96ഉം 1ഉം 97. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ മാത്രം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതായിരിക്കും കറക്റ്റ് ആൻസർ. അതായത് 18 × 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 108 കിട്ടും. 108 + 1 109. 109 ആണ് കിട്ടുക, 107 അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിലും ഓഡ് ടേം ഏതാണെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ എന്താ? ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പ്രൈം നമ്പർ പഠിച്ചു. ഓക്കെ, പ്രൈം നമ്പർ നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രൈം നമ്പർ നോക്കിയാൽ, അപ്പോൾ അതിനു മുന്നേ നമുക്ക് പ്രൈം നമ്പർ നോക്കാം. അതായത് പ്രൈം നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രൈം നമ്പറിലുള്ള ഷോർട്ട് കട്ട് നമുക്കറിയാം. എന്താ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. എങ്ങനെയാ? നമ്മൾ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതാം. എന്നിട്ട് അതിന് 1 കുറക്കുക, 1 കൂട്ടുക. സോ എന്താ? നോക്കിയാൽ നമ്മൾ 1 കുറച്ചു, 1 കൂട്ടി. 6 1 കുറച്ചു 5, പിന്നെ 1 7, 12 1 കുറച്ചു 11, 1 കൂട്ടി 17, 13. സോ അങ്ങനെ എഴുതാം. ഇനി ഇവിടെ നമ്മൾ ചില 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ കട്ട് ചെയ്യാം. ക്ലിയർ? അതൊക്കെ കട്ട് ചെയ്യുക. പിന്നെ ഇതാ 77 കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്താ? പ്രൈം നമ്പർ എന്ന് പറയാം. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ അടുത്തുള്ള ടേംസ് നോക്കിയാൽ മതി. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പർ കണ്ടുപിടിക്കാം. സോ അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്കിതാ ഈ 27 മാത്രം എന്താണ്? പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ ആണ്. അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് അതും ആവാം അല്ലെങ്കിൽ ഒന്നാവാം. ഇപ്പോൾ 37 എന്ന് പറഞ്ഞാൽ നമുക്ക് 37നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പറേ ഉള്ളൂ. ഏതാ? 1 അല്ലെങ്കിൽ 37. പക്ഷേ ഈ 61 അതെ, 19 അതെ. പക്ഷേ 27 ആണെങ്കിൽ എങ്ങനെയാണ്? 27 ആണെങ്കിൽ നമുക്കറിയാം 3 കൊണ്ട് ചെയ്യാം, 9 കൊണ്ട് ചെയ്യാം, 1 കൊണ്ട് ചെയ്യാം, 27 കൊണ്ട് ചെയ്യാം. ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്, പ്രൈം നമ്പർ അല്ല. ആ കാര്യം ഓർത്ത് വെക്കുക. അടുത്തത് ഇവിടെ ഫിഗർ ആണ്. അപ്പോൾ ഈ ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ നമുക്ക് എങ്ങനെ നോക്കാം? അതായത് എന്താണ് ഡിഫറൻസ് വരുന്നത്? ഏതാണ് ഓഡ് വൺ? ഓഡ് വൺ ആണ് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ 3 സൈഡ് ഉണ്ട്. സോ പുറത്ത് 3 സൈഡാണ്, അകത്ത് 4 സൈഡ് ഉണ്ട്. സ്ക്വയർ ആകുമ്പോൾ 4 സൈഡ് വന്നു. ഇവിടെ പുറത്ത് നമുക്ക് 4 സൈഡ് ഉണ്ട്, അകത്ത് നമുക്ക് എത്രയാ? 5 സൈഡ് ഉണ്ട്. പെൻറ്റഗൺ. ഇവിടെ ആണെങ്കിലോ പുറത്ത് 5 സൈഡാണ്, അകത്ത് എത്രയാണ്? 6 സൈഡ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ പുറത്ത് 6ഉം അകത്ത് 4ഉം. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 4 4 5 6 5 6. സോ ഇതായിരിക്കും തെറ്റ്. ഓഡ് വൺ ഓപ്ഷൻ ഡി ആയിരിക്കും. കാരണം 6 ഉള്ളത് 5 ആണ് അകത്ത് വരേണ്ടത്, പക്ഷേ ഇവിടെ 4 സൈഡാണ് അകത്ത് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇവിടെ നോക്കിയേ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഷോസ് ദാറ്റ് സെയിം ഫിഗേഴ്സ് ഇൻ ദ ഗിവൺ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പുള്ള സെയിം ഫിഗേഴ്സിന്റെ പേര് നമ്മൾ കണ്ടുപിടിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ സെയിം ഫിഗേഴ്സിന്റെ പേര് കണ്ടുപിടിക്കാം? ഇപ്പൊ നോക്കിയേ, ഒന്ന് നോക്കിയാൽ പിന്നെ ഏതാ നമുക്ക് കിട്ടുക? ഇവിടെ 5 നോക്കിയാൽ 5 കറക്റ്റ് ആണ് അല്ലേ? ഒരു ഫിഗറിന്റെ അകത്ത് മറ്റൊരു ഫിഗർ 8. അപ്പോൾ 1, 5, 8 ഇത് ഒരു പേരാണ്. ക്ലിയർ? അടുത്ത നമുക്ക് 2 നോക്കാം. 2, 4 പിന്നെ ഏതാ 9. 2, 4, 9. 2, 4, 9 കറക്റ്റ് ആണ്. അടുത്തയോ 3, 6, 7. 3, 6, 7 ക്ലിയർ? അപ്പോൾ ഇതാണ് എന്താ ഐഡന്റിക്കൽ പെയർസ്. സോ എന്താ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ. 1, 5, 8. 1, 5, 8. 2, 4, 9. 2, 4, 9. 3, 6, 7. 3, 6, 7 ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓരോ എക്സാമിന് NTPC, JEE, ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ പറയുന്നത്? ഹൗ മെനി സച്ച് കൺസോണന്റ്. കൺസോണന്റ് എന്ന് പറയാൻ അറിയാലോ, വവൽസ് അറിയാം, കൺസോണന്റ് അറിയാം. അപ്പോൾ കൺസോണന്റ്, അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം. ഹൗ മെനി സച്ച് കൺസോണന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സി ഇവിടെ കൊടുക്കാം. ദർ ആർ അറേഞ്ച്ഡ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ബോത്ത് ഇമ്മീഡിയറ്റ്ലി ബൈ വവൽസ്, ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡിങ് ബൈ വവൽസ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, വവൽസ് എന്ന് എഴുതാം. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ സിമ്പിൾ. സോ ഇങ്ങനെ വരുന്ന എത്ര പേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. വവൽസ്, കൺസോണന്റ്, സിമ്പിൾ, അങ്ങനെ വരുന്ന എത്ര പേരുണ്ട്. സോ നമ്മൾ നോക്കിയാൽ ഇവിടെ നോക്കിയേ, വവൽസ് ആദ്യം വവൽ കിട്ടണം, ഓ, പക്ഷേ അടുത്തത് കൺസോണന്റ് അല്ല. പക്ഷെ ഇവിടെ നോക്കിയേ, വവൽ, കൺസോണന്റ്, സിമ്പിൾ, ഒരു പേര് കിട്ടി. പിന്നെ നോക്കിയേ, വവൽ, കൺസോണന്റ്, സിമ്പിൾ, 2 പേര് കിട്ടി. അടുത്ത് നോക്കിയേ, വവൽ, കൺസോണന്റ്, പക്ഷെ ഇതെന്താ നമുക്ക് സിമ്പിൾ ഇല്ല. ഇത് ഇങ്ങനെയാട്ടോ വരുന്നത്, എസ് അല്ല, അത് ഡോളർ ആണ് വരുന്നത്. സോ വവൽ, കൺസോണന്റ്, ഡോളർ ക്ലിയർ? അടുത്തോ IX, ഇതൊരു പേർ. അടുത്തോ അപ്പോൾ എത്ര പേർ വന്നു? 1, 2, 3, 4 4 പേരാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഇത് എസ് അല്ല, അത് ഡോളർ ആണെന്ന് വന്നിട്ടുള്ളത് നമ്മളെ എന്താ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് സോ ഇൻ ദ ഗിവൺ നമ്പർ സീരീസ്. അപ്പോൾ ഇതിൽ ഈ സീരീസിന്റെ ക്വസ്റ്റ്യൻ മാർക്കിൽ നമുക്ക് ഏത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ എന്താ പേര് കാണാൻ പറ്റുന്നത്? ഇത് ഇവിടെ 500, ഇവിടെ 500, ഇവിടെ 500. സോ നമുക്ക് ഇതൊക്കെ ഒരു ചിലപ്പോൾ പേരാവാം. അതായത് ഇവിടെ ഒരു കോമ്പിനേഷൻ വരാം. അതായത് 590 -2 ആണ്. സോ ഇവിടുന്ന് -2 ആണ്. കിട്ടിയില്ലേ? 5 +2 ആണ്. ഇവിടുന്ന് +2 ആയിരിക്കും. സോ 609 ആയിരിക്കും ആൻസർ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ എന്താണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ 19, 19. അപ്പോൾ നമുക്ക് 19 അടുത്ത ടേമും 19 വന്നു. അപ്പോൾ നമുക്കറിയാം ഏതാണ്ട് ഏതാണ്ട് 1 തന്നെ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇതിന്റെ കൂടെ 1 തന്നെ മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ഈ ആൻസർ കിട്ടും. 19 കിട്ടും. അതെ. സോ 1 മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തയോ? പക്ഷെ ഇവിടെ നോക്കിയാൽ എന്താ 2 മൾട്ടിപ്ലൈ ചെയ്താൽ കുറെ പേരുണ്ടാവും. പക്ഷെ ഇവിടെ നോക്കിയാൽ 19 21 പോയി. എന്താ മൾട്ടിപ്ലൈ ചെയ്തേ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നോക്കിയാൽ എന്താ, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് തമ്മിൽ അടുത്തടുത്ത വാല്യൂ ആണ്. ഇത് തമ്മിൽ അടുത്തടുത്ത വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ 19ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ +2 ചെയ്താൽ നമുക്ക് 21 കിട്ടും. ഇവിടെ നോക്കിയാൽ +4 ചെയ്താൽ നമുക്ക് 67 കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് ആഡ് ചെയ്യുന്നു, അടുത്ത 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 4 കൊണ്ട് ആഡ് ചെയ്യുന്നു. അടുത്തത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഉള്ളത്. അപ്പോൾ എന്താ 67 × 5 ആണ് വരിക. അപ്പോൾ എന്താ 67 × 5 എത്ര കിട്ടും? നമുക്ക് 335 കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെ ചെയ്യാം? അതായത് 2, 10, 30, 68,
പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 222. സോ ഇവിടെ എന്ത് പേരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സീരീസ് നിങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ല. കാരണം ഇതുപോലുള്ള നേരത്തെ കാണിച്ച സീരീസ് ഒക്കെ എളുപ്പമാണ്, പക്ഷെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 2 ഉണ്ട്, 10 ഉണ്ട്, 30 ഉണ്ട്, 68 ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ക്വയേഴ്സ് പഠിക്കണം. 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കണം. അതുപോലെ 1 മുതൽ 10 വരെയുള്ള മിനിമം 1 മുതൽ 10 വരെ ക്യൂബ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കാണാൻ പറ്റും, അതുപോലെ ക്യൂബ് റൂട്ട് കാണാനൊക്കെ പറ്റും. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. 1 മുതൽ 30 വരെ സ്ക്വയേഴ്സ്, 1 മുതൽ 10 വരെ ക്യൂബ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ സ്പീഡിൽ നമ്പർ സീരീസ് ചെയ്യാൻ പറ്റുക. സോ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ ഏതാ? 2, 10. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ 2, 10, 30, 68. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഒരു ക്യൂബിന്റെ അടുത്ത്, അതായത് നമുക്കറിയാം 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 8. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27. 4 ക്യൂബ് 64. 5 ക്യൂബ് 125. 6 ക്യൂബ് 216. കണ്ടോ? ഏതാണ്ട് ആ റേഞ്ചിൽ നമുക്ക് ഇവിടെ എത്തുന്നുണ്ട്. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് എന്തായിരിക്കും? ഇവിടെ 1 ക്യൂബ് പ്ലസ് 1. ഇവിടെ നോക്കിയേ 2 ക്യൂബ് പ്ലസ് 2 ചെയ്താൽ നമുക്ക് 10 കിട്ടും. ഇവിടെ നോക്കിയേ 3 ക്യൂബ് പ്ലസ് 3. ഇവിടെ 4 ക്യൂബ് പ്ലസ് 4. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 5 ക്യൂബ് പ്ലസ് 5. അപ്പോൾ 125ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 130 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയണം ഇതൊരു ക്യൂബിൻ്റെ അടുത്തുള്ള ക്യൂബുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിനറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 10 വരെയുള്ള ക്യൂബ്സ് പഠിക്കണം, 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സും പഠിച്ചിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, സിമ്പിളായി ചെയ്യാൻ പറ്റും. അടുത്ത് ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം നോക്കുക ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. സോ ഇവിടെ നോക്കിയേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എന്താ? 20 ലെറ്റേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്കിതിനെ 5 പാർട്ടാക്കാം, അല്ലെങ്കിൽ 4 പാർട്ടാക്കാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ പാർട്ട് ആക്കുമ്പോൾ നമ്മൾ നോക്കാം. ആദ്യം 4 പാർട്ടാക്കാം. ഇവിടെ 4ആയി, ഇവിടെ 4ആയി, ഇവിടെ 4ആയി, 4ആയി. ഓക്കെ, ഏതെങ്കിലും പേര് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സീരീസ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് എന്താ ഉള്ളത്? MNL ഉണ്ട്. അടുത്തേ ഇവിടെ നോക്കിയേ MNL ഉണ്ട്, ഇവിടെ MNL ഉണ്ട്. സോ ഇവിടെ നമുക്കൊരു L ഇട്ട് കൊടുത്താൽ MNLL. ഇവിടെ നോക്കിയേ, ഇവിടെ MNLL, MNLL. സോ അങ്ങനെ നമുക്ക് ആ ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. സോ ആദ്യം നമ്മൾ L, സോ ഇത് വേണ്ട. അടുത്തത് M, സോ ഇതും വേണ്ട. പിന്നെന്താ? N, M. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ 20 എണ്ണം ഉണ്ടെങ്കിൽ സാധാരണ 20 ലെറ്റേഴ്സ് ആണ് തരിക. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 4 പാർട്ടാക്കി നോക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ 5 പാർട്ടാക്കി നോക്കാം. ക്ലിയർ? ഇത് രണ്ടും പറ്റുന്നില്ലെങ്കിലാണ് നമ്മൾ മറ്റു ഓപ്ഷനിലേക്ക് നോക്കാൻ പോകേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോ വാല്യൂ ഓരോ ഓപ്ഷനും ഇവിടെ ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് ഇവിടെ നോക്കിയാലോ, ഇത് നമ്മൾ നേരത്തെ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ CEGI. സോ എങ്ങനെ ചെയ്യാം? C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 3 ആണ്. E എന്ന് പറഞ്ഞാൽ അറിയാം 5 ആണ്. G എന്ന് പറഞ്ഞാൽ 7 ആണ്. I എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇതാണ് ഫസ്റ്റത്തെ പൊസിഷൻ വാല്യൂ കിട്ടുക. അടുത്ത E എന്ന് പറഞ്ഞാൽ 5 ആണ്. D 4 ആണ്. I എന്ന് പറഞ്ഞാൽ 9. H നമുക്ക് 8 ആക്കാം. അതും കിട്ടി. ഇനി G എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? G ഇങ്ങനെ എഴുതാം. G നമ്മൾ ഇങ്ങനെ എഴുതുന്നു, അപ്പോൾ ഇവിടെ 7 ആക്കുന്നു. സോ G എന്ന് പറഞ്ഞാൽ 7 ആണ്. C നമുക്കറിയാമല്ലോ 3. K എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ എഴുതാമെന്ന്. അപ്പോൾ 11.
ക്ലിയർ? കെ എന്ന് പറയുന്നത് 11 ആണ്. അടുത്തത് ജി എന്ന് പറഞ്ഞാൽ വീണ്ടും 7 ആണ്. ലാസ്റ്റത്തെയോ ഐ എന്ന് പറഞ്ഞാൽ 9, ബി എന്ന് പറഞ്ഞാൽ 2, ഇനിയോ എം എന്ന് പറഞ്ഞാൽ 3, 13, എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? തിരിച്ചെഴുതിയാൽ ഇങ്ങനെ 6. ഓ എഫ് 6 ആണ്. ഇനി ഇവിടെ നമുക്ക് എന്ത് പാറ്റേൺ ആണ് നോക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഞാനിപ്പോൾ എഴുതിയേ ഉള്ളൂ. നിങ്ങൾ 2 എഴുതിയിട്ട് ആ പേര് കണ്ടുപിടിക്കുക, പാറ്റേൺ കണ്ടുപിടിക്കുക. സോ 3 ഇവിടെ വന്നു, 5 വന്നു, 7 വന്നു, 9 വന്നു. സോ ഇവിടുന്ന് എന്താ +2, ഇവിടെയും +2, ഇവിടെയും +2. ആ പാറ്റേൺ വന്നു. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 11 ആയിരിക്കും വരിക. 11 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെ ആണ് 11 എന്ന് പറഞ്ഞാൽ വരിക. സോ എന്താ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് വേണമെങ്കിൽ നിങ്ങൾ നോക്കുക, 5 വന്നു, ഇവിടെ നേരെ -1 വന്നു, വീണ്ടും -1 3 വന്നു, പിന്നെ 2 വന്നു, 1 എ വന്നു. സോ ഇതാ ഇവിടെ കറക്റ്റ് ആണ്. 3 നോക്കിയാൽ മതി, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വേണമെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ +2 വീണ്ടും വന്നു, +2 വന്നു. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എഴുതി നോക്കാം, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത വീണ്ടും സെയിം ആണ്. ഇ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് 5 ആണ്. ഇജോട്ടി 5 ആണ്. അടുത്ത എന്താണ്? ഇവിടെ എം വന്നു. എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. സോ ഇവിടെ എത്രയാണ് വരുന്നത്? ഡിഫറൻസ് +8 വന്നു. അടുത്ത യു എന്ന് പറഞ്ഞാൽ എത്രയാ? വിന്റെ താഴെ 21. സോ ഇവിടെ എത്ര വന്നു? 7, 1, 8 വന്നു. അടുത്ത എത്ര? സി ആണ്. സി എന്ന് പറഞ്ഞാൽ എത്രയാ? 3. സി എത്രയാണ്? 3. സോ 21 എത്രയാ? 5, 3, 8. സോ അവിടെയും 8 വന്നു അല്ലേ? 5, 3, 8, അതായത് 21, 5, 26. പിന്നെ എത്രയാ? 3 കൂട്ടിയാൽ സി കിട്ടും. സോ അവിടെയും 8 വന്നു. സോ ഇനി ഒരു 8 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8ഉം 3ഉം നമുക്ക് 11 കിട്ടും. 11 എന്ന് പറയുന്നത് കെ ആണ്. സോ കെ ആണ് നമുക്ക് കിട്ടുക. സോ ഇതൊക്കെ കട്ട് ചെയ്യാം. 2 കട്ട് ചെയ്തു. ഇനി അടുത്തത് 12, 16, 20, 24, 28. സോ എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കിട്ടുക. അപ്പം അങ്ങനെ അടുത്തത് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിഗർ ആണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഫിഗർ ആണ്. സോ എന്താ അടുത്ത് ഏതായിരിക്കും? അതായത് ഇവിടെ ഇത് വന്നു, അതിൻ്റെ നേരെ മിറർ ഇമേജ് ആണ് ഇവിടെ കിട്ടുന്നത്. മിറർ ഇമേജ്. ഇനിയോ ഇവിടെ നോക്കിയേ, ഇതാണ് ഇതിൻ്റെ നേരെ മിറർ ഇമേജ് വന്നാൽ നമുക്കിതാ ഇവിടെയാണ് ഇങ്ങനെ 0 വരിക. സോ അങ്ങനെ 0 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? അപ്പോൾ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. പിന്നെ ഓക്കെ, ഇവിടെ ഇങ്ങനെ 4 പാർട്ട് ആക്കിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ 3 പാർട്ട് മാത്രമാണ്, ഇവിടെ 4 പാർട്ട് ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ഈ സീരീസ് നോക്കിയേ, 69, 55, 26, 13. അപ്പോൾ ഇത്രയാണ് സീരീസ്. അടുത്ത നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? 9ഉം 5ഉം 14 ഇവിടെ മൈനസ് ചെയ്തത്. ഇവിടെ നോക്കിയാലോ 30, 15. സോ ആ ഓപ്ഷൻ കറക്റ്റ് അല്ല. അതായത് മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ വാല്യൂസ് കിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടും? പിന്നെ നോക്കിയാൽ നമ്മൾ ഈ 2, അതായത് നമുക്ക് ഒരു ഓപ്ഷനും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ 2 പാർട്ടാക്കുക. 6നെയും 9നെയും നമുക്ക് 69 നമ്മൾ 6, 9 എന്ന് ചെയ്യാം. 6 × 9 54 + 1. സോ 55 കിട്ടി. 5 × 5 25 + 1. സോ 26 കിട്ടി. 2 × 6 12 + 1 13 കിട്ടി. 1 × 3, അതായത് ഇവിടുത്തെ ഇതിനെ നമ്മൾ 2 ഡിജിറ്റ് ആക്കി. 1 × 3 3 + 1 4 ഓപ്ഷൻ കിട്ടുക. അതായത് നമുക്ക് നമ്മുടെ ഒരു ഓപ്പറേഷനും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഡിവൈഡ് ആക്കി നോക്കാം. നമ്മൾ തന്നിട്ടുള്ള നമ്പറിനെ 2 ഡിജിറ്റ് ആക്കി നോക്കാം. സോ എന്നിട്ട് ഏതെങ്കിലും ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ സീരീസ് നോക്കിയേ, 3, 7, 13, 21, 31. സോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ നോക്കിയാൽ എന്താ? 3 × 3 9 വരും, അല്ലെങ്കിൽ 3 × 2 + 1 3 × 2 + 1 ഇത് കിട്ടും. പക്ഷെ ഇവിടെ നോക്കിയാൽ
7 ഇൻറ്റു 2 മൈനസ് 1 അത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ നോക്കിയല്ലോ 13 ഇൻറ്റു 2 26, 26 മൈനസ് 5 വരുന്നത്. സോ ആ ഒരു ഓപ്പറേഷൻ നമുക്കിവിടെ നടക്കില്ല. സോ വേറെന്താണ് പിന്നെ വരിക? വേറെ നോക്കിയാൽ നമുക്ക് 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36. അപ്പം അതിൻ്റെയൊക്കെ അടുത്താണ് ഇതുള്ളത്. അപ്പോൾ 4ൽ നിന്ന് 1 മൈനസ് ചെയ്തു. 3ൻ്റെ സ്ക്വയർ 9, അതിൽ നിന്ന് 2 മൈനസ് ചെയ്തു. 4ൻ്റെ സ്ക്വയറിൽ നിന്ന് 3 മൈനസ് ചെയ്തു. 5ൻ്റെ സ്ക്വയറിൽ നിന്ന് 4 മൈനസ് ചെയ്തു. 6ൻ്റെ സ്ക്വയറിൽ നിന്ന് 5 മൈനസ് ചെയ്തു. അടുത്തത് ഏതാണ്? 7ൻ്റെ സ്ക്വയറിൽ നിന്ന് 6 മൈനസ് ചെയ്യണം. 7ൻ്റെ സ്ക്വയർ 49 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 43. സോ 43 നമുക്ക് കിട്ടുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ടോപ്പിക് പഠിച്ചു, അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താ? ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ പഠിക്കണം. 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കണം. അതുപോലെ 1 മുതൽ 10 വരെയുള്ള ക്യൂബ്സ് പഠിക്കണം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കിത് സിമ്പിളായി ചെയ്യാൻ പറ്റും. നമ്മൾ ആ ലെറ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം. ഇപ്പോൾ എഫ് എന്ന് കണ്ടാൽ നമ്മൾ അപ്പം തന്നെ അറിയണം ഇത് തിരിച്ചിട്ടാൽ നമുക്ക് 6 കിട്ടും. അതുപോലെ പി അത് തിരിച്ചിട്ടാൽ നമുക്ക് 6 കിട്ടും, അപ്പോൾ 16. പിന്നെ എം ഡബ്ല്യു 13ഉം 23. പിന്നെ ജിയും ക്യൂവും, ജീൻ്റെ ഇവിടെ 7 ആക്കാം, ഇത് 7 ആക്കാം. ക്യൂ നമ്മളിങ്ങനെയല്ലേ എഴുതുക, അപ്പോൾ ഇത് 7 ആക്കാം. ജി നമ്മളിങ്ങനെ എഴുതും, അപ്പോൾ ഇതും 7 ആക്കാം. 7ഉം 17ഉം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെന്താ? വി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വി കാണിക്കും, 22 വി എന്ന് 1 കുറച്ചാൽ യു വി, അപ്പോൾ 21. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ എല്ല് സാധാരണ ഒരു എല്ല് കൂടുതലാണ്. സോ 1 2 ഒന്നുള്ളത് 2 ആയി. ക്ലിയർ? അതായത് എൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 വരെയാണ് എല്ല്. സോ ഒന്നും കൂടെ കൂട്ടിയാൽ 2. ക്ലിയർ? അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചു വെക്കാം നിങ്ങൾ. എല്ല് 12 ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ക്ലിയർ? അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.